പാലത്തായി പീഡനക്കേസിൽ മുൻ ഡിവൈഎസ്പി റഹീമിന് മറുപടിയുമായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന മുൻ ACP TK രത്നകുമാർ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയരുതെന്നും കേസ് ഫയൽ വായിച്ചതിന് ശേഷം മാത്രം നിഗമനത്തിലെത്തണമെന്നും രത്നകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ജുഡീഷ്യറിയെ അപമാനിച്ച് മറ്റുള്ളവരെ ന്യായീകരിക്കരുതെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പാലത്തായി കേസ് പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന്റെ ഉദാഹരണമാണെന്നായിരുന്നു ഡിവൈഎസ്പി റഹീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിജേഷ് ഗോവിന്ദൻ ചേരുന്നു. വിജേഷ്, വിശദാംശങ്ങൾ. ഇതിനകത്ത് തന്നെ ഈ പാലത്തായി കേസ് നേരത്തെ നമുക്കറിയാം വലിയ തരത്തിലുള്ള പ്രമാദമായ കേസാണ്. ആ കേസിനകത്ത് കഴിഞ്ഞ ദിവസമാണ് പ്രതിയായിട്ടുള്ള RSS നേതാവ് പത്മരാജനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ട് തലശ്ശേരി ജില്ലാ പോക്സോ കോടതിയുടെ വിധി വന്നത്. ഇതിന് പിന്നാലെ ആണ് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മുൻ ഡിവൈഎസ്പി റഹീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് പോക്സോ കേസുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലത്തായി കേസിന്റെ കൂടി കാര്യങ്ങൾ പറയുകയായിരുന്നു. പാലത്തായി കേസിൽ ക്രൈംബ്രാഞ്ചും അതിനു മുൻപ് ലോക്കൽ പോലീസും അന്വേഷിച്ച കേസിനകത്ത് യാതൊരു തെളിവുകളും ഉണ്ടായിരുന്നില്ല, അത് കെട്ടിച്ചമച്ചതാണ് എന്ന് അത്തരത്തിലുള്ള ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് ന്യായീകരിക്കുകയായിരുന്നു റഹീം ചെയ്തത്. ഇതിനെയാണ് ഇപ്പോൾ ഈ അവസാനം ഇതിനകത്ത് പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കുറ്റപത്രം നൽകിയ ACP TK രത്നകുമാർ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. രത്നകുമാർ പറയുന്നത് ഏതെങ്കിലും കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളുടെ ഭാഗത്തുണ്ടാകേണ്ടത്. കുട്ടിയെ പരിശോധിച്ച മൊഴിയും അതുപോലെ തന്നെ മെഡിക്കൽ എവിഡൻസും വിശ്വാസത്തിലെടുത്താണ് കോടതി പ്രതിയെ ശിക്ഷിച്ചിരിക്കുന്നത്. ജുഡീഷ്യറിയെ അപമാനിച്ച് മറ്റുള്ളവരെ ന്യായീകരിക്കരുത് എന്ന രത്നകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും റഹീമിന് മറുപടിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥനായ, അതായത് ഈ പോക്സോ ചുമത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനായ രത്നകുമാർ എത്തുന്നതോടുകൂടി കേസിനകത്ത് പോക്സോ വകുപ്പ് ഉൾപ്പെടുത്തിയത് കെട്ടിച്ചമച്ചാണ് എന്നുള്ള റഹീമിന്റെ വാദത്തെ പൊളിച്ചുകൊണ്ടാണ് രത്നകുമാറിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്.